സ്തുതിയായിരിക്കട്ടെ. മഴയായി പെയ്തൊടുങ്ങിയതെല്ലാം ഓർമ്മകളായിരുന്നു. വെയിലായി കത്തിയിരുന്നില്ല മോഹങ്ങളും. ശിശിരത്തിന്റെ ശേഷിച്ചതെല്ലാം മായ്ച്ചു കളഞ്ഞു. ഇനി വസന്തമാണ്, പ്രതീക്ഷകൾ നാമ്പിടുന്ന വസന്തം. പ്രപഞ്ചനാഥന്റെ തിരുദർശനം കാക്ഷിച്ച് അകത്തളങ്ങളിൽ നന്മയുടെ വിത്ത് പാകി തിരുസക്രാരിയുടെ മുന്നിൽ അണിഞ്ഞ് ആലംബഹീനരുടെയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും സ്വപ്നങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് കാവൽ നിന്ന് തന്റെ ജീവിതം ശ്രേഷ്ഠമാക്കിയ പാവങ്ങളുടെ അമ്മ സിസ്റ്റർ റാണി മരിയ വട്ടാലിൽ. സുവിശേഷ താളുകളിൽ കൂടുതലും കാർത്തികയുടെ ജലച്ചായ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. പിതാവിന് തുള്ളി തുളുമ്പുന്ന സ്നേഹം കൊത്തിവെച്ചിരുന്ന ധാരുശില്പമാണല്ലോ സുവിശേഷം. സ്നേഹിതർക്ക് വേണ്ടി ജീവനർക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:13 എന്ന ക്രിസ്തുവോടെ അനർത്ഥമാക്കിയ ധീരയായ രക്തസാക്ഷി ഫ്രാൻസിസ്കൻ ഭാരതസഭയുടെ പ്രിയപുത്രി സിസ്റ്റർ റാണി മരിയ. സ്വന്തം വീട്ടിൽ നിന്ന് ലഭിച്ച നിഷ്കളങ്ക മനസ്സാക്ഷിയും ദൃഢമായ ജീവിത വീക്ഷണവും റാണിയെ ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാരിയാക്കി മാറ്റി എന്ന് പറയുന്നതാവും ശരി. യൗവനത്തിൽ തന്നെ ദൈവിക മൂല്യങ്ങൾക്കും മനുഷ്യനന്മയ്ക്കും വേണ്ടി തന്റെ ഹൃദയത്തിലെ സ്നേഹം മുഴുവനും തന്റെ ജീവിതത്തിനെയും ഒഴിഞ്ഞുവെക്കാൻ റാണിയെ പ്രാപ്തിയാക്കിയത് അവളുടെ കുടുംബ പശ്ചാത്തലമാണ്. ക്രിസ്തു പ്രഘോഷിച്ച ദൈവരാജന നീതിയും സ്നേഹവും ഉയർത്തിപ്പിടിച്ച് പാവങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ പോരാടാനുള്ള ധീരത അവൾക്കുണ്ടായത് വെല്ലുവിളിച്ചു നിന്നാണ്. സഹജീവികളോടുള്ള അഗാധമായ സ്നേഹമായിരുന്നു ആ ഹൃദയം നിറയെ. അങ്ങനെയാണ് അനീതിയും ചൂഷണവും അനുഭവിച്ചിരുന്ന കരുണയുടെയും സ്നേഹത്തിന്റെയും വെളിച്ചം കടന്നുചെല്ലാത്ത ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് ക്രിസ്തു സാക്ഷിയായി മാറാൻ അവൾ ഇറങ്ങി പുറപ്പെട്ടത്. കണ്ടുമുട്ടുന്ന മനുഷ്യർക്കെല്ലാം ദൈവത്തിന്റെ മുഖമാണ് തിരിച്ചറിയാൻ തക്കവിധം അത്രമാത്രം ദൈവികവും ആർദ്രവുമായിരുന്നു അവളുടെ ഹൃദയം. അതവളുടെ ഹൃദയത്തിന് നൽകിയ ആഴവും അഴകും കുറച്ചൊന്നുമായിരുന്നില്ല. ആ സ്നേഹത്തിന്റെ പരകൂടിയായിട്ടാണ് 1995 ഫെബ്രുവരി 25 ശനിയാഴ്ച ഇന്ത്യയുടെ മണ്ണിൽ ചിന്നിത്തെറിച്ച ആ ഹൃദയ രക്തം. ദൈവത്തിന്റെ മാതൃസ്നേഹത്തിൽ നിന്ന് സ്നേഹം ഉൾക്കൊണ്ട് ആ സ്നേഹത്തിന്റെ സൂര്യവെളിച്ചത്തിലേക്ക് നോക്കി ജീവിതം പ്രകാശപൂർണമാക്കി റാണി മരിയ. ക്രിസ്തു സ്നേഹത്തിന്റെ തേജസ് മനസ്സിൽ നിറഞ്ഞപ്പോൾ വിനീതനും ക്രൂശിതനും ദരിദ്രനുമായ ഈശ്വരനെ പിന്തുടർന്ന ഒരു ഫ്രാൻസിസ്കൻ സന്യാസിനിയാവുക എന്നതിലുപരി മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു മേരി കുഞ്ഞിന്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹവുമായി വരുന്ന ദൈവം അവളുടെ ഹൃദയത്തെ വിശുദ്ധ സ്നേഹത്തിലേക്ക്, പരിപൂർണ സ്നേഹത്തിലേക്ക് തഴുകി ഉണർത്തി. ക്രിസ്തുവിന്റെ ധീര പോരാളിയായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു റാണിയുടെ വെല്ലുവിളി. ഒടുവിൽ സ്നേഹത്തിന്റെയും ആത്മദാനത്തിന്റെയും സമ്പൂർണ്ണ പ്രകാശമായി മാറി അവളുടെ ജീവിതം. റാണിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം പറയാനാകും. സന്യാസത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ സ്നേഹവുമായിട്ടാണ് അവൾ യാത്ര ചെയ്തിരുന്നത്. അവളുടെ ജീവിതത്തിന്റെ വിജയവും അതുതന്നെയായിരുന്നു. അളവറ്റ സ്നേഹത്തോടെ നീതിബോധത്തോടെ ക്രിസ്തുവിനെ അനുയാത്ര ചെയ്ത റാണി പ്രതിസമ്മാനിതയായത് ക്രിസ്തു സ്നേഹം തന്നെയായ ആ വലിയ ഹൃദയം സ്വീകരിച്ചുകൊണ്ടാണ്. വാഴ്ത്തപ്പെട്ട റാണി മരിയ ശബ്ദമില്ലാത്തവരെ ശബ്ദമാകാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്നു. നാദിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി നൽകിക്കൊണ്ട് തന്റെ പ്രിയപ്പെട്ടവർക്കായി കരുതലോടെ കാത്തിരിക്കുന്ന, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ചിരിക്കുന്ന സിസ്റ്റർ എന്നും പാവങ്ങളുടെ അമ്മയെന്നും അറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട റാണി മരിയെ നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാനാവില്ല. ഇന്നറിയപ്പെടുന്ന അവളുടെ മിഷൻ പ്രവർത്തനങ്ങളും ത്യാഗോചരമായ ജീവിതവും തന്നെയാണ് അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാകുന്നത്. കുഞ്ഞനാളിൽ ഈശോയോടുള്ള സ്നേഹം വളർന്ന് ഒരു സന്യാസിയായി ജീവിച്ചുകൊണ്ട് നസ്രത്തിലെ ഈശോ നഗരങ്ങളിൽ ചുറ്റി നടന്ന് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നേറിയതുപോലെ വാഴ്ത്തപ്പെട്ട റാണി മരിയയും ഇൻഡോർ മക്കളുടെ നവീകരണത്തിന് വേണ്ടി പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നേറി. മോടിയായ വസ്ത്രധാരണവും ജോലി സാധ്യതകളും ഇന്നത്തെ ആവശ്യകതമായി വരുന്ന ഈ തലമുറയിൽ വാഴ്ത്തപ്പെട്ട റാണി മരിയ ഒരു ചോദ്യചിഹ്നമായി മുന്നേറുന്നു. സ്നേഹമുള്ളവരെ, നമുക്കും ഈശോയുടെ മൂല്യങ്ങളിൽ ജീവിത മൂല്യങ്ങളായി സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിലും ത്യാഗത്തിലും വിശുദ്ധിയിലും വളർന്നു വരാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനവും വെറുതെയായി പോവുകയില്ല എന്ന്